അനി പാട്ട് വെക്കുവന്ന്? ആ എന്തേ? അതെ, ഒന്നും വിചാരിക്കല്ല. ഒരു കാര്യം എന്താ സ്വീകരിക്കോ? ഇത് എന്താണ് വിശേഷം? ഒന്നുമില്ലപ്പാ, നമ്മള് ജോർജറ്റിനെ പേടിയാന്ന് മോരും വെള്ളം കുടിച്ചപ്പോ ചില്ലറില്ലാത്തോണ്ടെന്ന്. ഓ, ഇതിപ്പോ പായസം പോലെ ആയല്ല. അതിന് ഭയങ്കര ചൂടല്ലപ്പാ. കഴിക്കണേ. ശരി ഇന്ന് മുട്ട നനക്കില്ലേ? എടാ അത് മോരും വെള്ളം. പുല്ലുമണ്ടി ഓന്റെ വണ്ടിയാടി ഉണ്ടല്ലോ. വീട്ടിലെന്തല്ല ആവശ്യമുണ്ടപ്പാ? ഓള് ഭയങ്കര ദേഷ്യത്തിനാണ്. നല്ലൊരു കുടുംബത്തോണ്ട് പെണ്ണിന്റെ അവസ്ഥ എന്തൊരു കഷ്ടല്ലേ. എനിക്ക് വേറെ ഭാര്യയുണ്ടാ? രമേശ ചന്ദ്രേട്ടനുണ്ടായിനേടാ? ഇല്ലപ്പാ. ഉറപ്പന്നെയാ? ഉറപ്പാ. ഉറപ്പന്നെയല്ലേ? ആന്ന് കൊണ്ടുപ്പാ കളിച്ചാൽ ചോന്ത അടിക്കുക നയിച്ചു വെച്ചോളൂ വലിയ. ആ കണ്ണന്റെ അവസ്ഥ ഇങ്ങനെയല്ലേ ഉണ്ടായിനി? ഓനീന കാട്ടിയപ്പറപ്പ രണ്ടുമില്ലേ ഓന്? വെള്ളടിയില്ലേ? രണ്ടുണ്ടായിരുന്നു. ചീട്ടടി ഉണ്ട്. അല്ല ഓനെപ്പോ വരാ? അത് നാസറോട് വിളിച്ചാ പോരെ? എടാ നാസറേ, നാസറേ വെള്ളപ്പോ വരാ? 12-ാം തീയതി. 12. നല്ല സന്തോഷം ഉണ്ടല്ലോ. രണ്ടാളും നല്ല വെള്ളടിയായിരുന്നല്ലോ. ഗൾഫ് പോയോണ്ട് ഓ രക്ഷപ്പെട്ടു. അതന്നെ ഈ കൂരിപ്പിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ കണ്ട നേരം. യോ എന്റെ മോളെ, ഞാനിപ്പോ നിന്നെ വിചാരിച്ചേലു. നീ എവിടെ പോയി? ഫ്ലൈറ്റ് ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാല് ലഗേജ് വരാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുക്കും എന്തായാലും. അല്ല ഫ്ലൈറ്റ് കുറിച്ച് ഓഫ് ആയിട്ടുണ്ടോ? എയർടെല്ലല്ലേ? നല്ല രവി ഡ്യൂട്ടി പേടാത്തല്ലേ? അതെ കുപ്പി കിട്ടൂലേ? കിട്ടൂലേന്നാ ഓനാണ് സ്കോച്ച് വാങ്ങിയിട്ടുണ്ടോ? എനിക്ക് ഒറ്റ വിചാരമുള്ളൂ. നമ്മളെ കണ്ണാലത് പിന്നെ ഉറപ്പല്ലല്ലോ. അങ്ങോട്ട് ഓർഡർ എടുക്കേണ്ടി വരാ. കുറെ ആയാലും ശരിയാണ്. എത്ര മെലിഞ്ഞു പോയാലോ? അതിന്റെ താടി പോയോണ്ട് തോന്നിയ ഓന്നൂടി ചെറുപ്പായതല്ലേ? ചുള്ളലായി വെട്ടിലെടുത്തിട്ട് വരാം. എന്താ എന്താണ് വേറെ എടുക്ക ഒന്നുമില്ലടാ. എന്താ ആകെ ഭാഗ്യം മാത്രമേ ഉള്ളൂ. എന്താണ് പറയടാ. എന്താണ് പ്രശ്നം? പറ. എല്ലാം പോയത് മോലെന്തിങ്ങനെ പിള്ളേരെ പോലെ കാര്യം പറ. പറവീ അവരെന്നെ പറ്റിക്കലേനോടാ. പോട്ടെ, സാരമില്ല, കരണ്ട. ദേഷ്യവും ഇല്ല, ജോലിയും ഇല്ല. അല്ല മോനാ. ആ സാന്നേട്ടാ, ആ കണ്ണനെത്തിയാ? ആ കണ്ണനെടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതല്ല, കയ്യിൽ 10 പൈസ ഇല്ലാണ്ടാവും വന്നിനി. എന്താ കാര്യം? വിസക്കൊന്നും ഒരു പ്രശ്നം, പണിയൊന്നും അവിടെ ശരിയായില്ലോ. ആടുന്ന ആൾക്കാരെല്ലാം കൂടി കയറ്റി വിട്ടതാ. കണ്ണൻ നിങ്ങളെ കൂടി ഉണ്ട് ഇപ്പൊ? ആ ഓനിടുണ്ട്. അതല്ല ശാന്തട്ട പ്രശ്നം. ഓനിപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയാ വീട്ടിലേക്ക് പറഞ്ഞേക്കുവാ? ഓന്റെ ഭാര്യ മക്കളവിടെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? അല്ല ശാന്തട്ടാ, നമ്മൾ ആശാസ്മാരക ഫണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. ആശാൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അത് എല്ലാരും ഉള്ളല്ലേ? അത് പറ്റില്ല, അത് പറ്റില്ല. അല്ല പിന്നെ നേല് ഞാനും അതായി ആലോചിക്കുന്നു. നമ്മളെയാണെങ്കിൽ വേറെ പൈസയും ഇല്ല. അപ്പൊ പിന്നെ എന്താ ഇപ്പൊ ചെയ്യല്? അത് വിട്ട ഓനാ, നീ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. നമ്മളിൽ ഒരാൾ പട്ടിണി എടുക്കുമ്പോ ഓനല്ലേ പൈസക്ക് ആവശ്യം, അല്ല സ്മാരകം ഉണ്ടാക്കലല്ല അത്യാവശ്യം. അപ്പൊ നാക്കണ്ടേ ശാന്തട്ടാ? നീ ഒരു കാര്യം ചെയ്യ്, ഓനെ ദുബായിക്കാരനാക്കിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്ക്. പൊട്ടിക്കട പണ്ട് ശരിയാ. അമ്മേ, അവരെത്തീനേ? മക്കളെ അമ്മോ, ഇതെല്ലാം കണ്ണാ നീ ഉറങ്ങീനാ? എന്തെല്ലാണ് അമ്മേ? അമ്മേ എല്ലാരും ഉണ്ടല്ലോ. ഇനി പഴയ പോലെ കണ്ടുകൂടി പാറ്റൊന്നും ഉണ്ടാവില്ല. അതെല്ലാം നാസറേങ്ങ് വാ.
മൂപ്പ് ഇപ്പുറം പിടിക്കും എന്റെ മുണ്ടായി ആരോ ഇത് വിട്ടോ. എടാ അതൊന്ന് വലിക്കലടാ അച്ഛൻ തുറന്നു തരൂ. ചേച്ചി സന്തോഷായില്ലേ? ഓ സന്തോഷായി. നാസറേ ഇല്ലടാ ഞാൻ കരുതല്ലോ അല്ല പോന്നാ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോവാ. വേണ്ടടേ അമ്മ ഇറങ്ങുന്നേ നോക്കട്ടാ ഇത് വരണേ. കണ്ണാ നീ എവിടെ പോകുന്നു? അരവിയില് വാ. പോയി കിടന്ന് ഉറങ്ങാൻ അപ്പൊ നോക്കി നടക്കണേ. നീ നിന്റെ കാര്യം നോക്ക്. ഉപ്പനോടാ. ഓ. അണ്ണാ പോട്രാ. മോനെ ദാ, അത് വിടറാ. ഇവരെന്താ ഇങ്ങനെ ആന്ന്. നാട്ടിൽ ഇഷ്ടംപോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇട്ടാണ്ടാ അമ്മിലയുടെ കൂടെ ദാ കണ്ണാ, നമ്മ പണ്ടത്തെ പോലെ സ്റ്റാൻഡിൽ വണ്ടി വിട്ടു കള്ളൂടി വെച്ചിട്ട് ബാക്കി എല്ലാം പഴയ പോലെ കേട്ടാ. അപ്പൊ ശരി. ഗുഡ്. കണ്ണാ രവി, സ്റ്റാൻഡിൽ കാണാം. ഇവിടെ ഇറങ്ങുന്നേ കാര്യം ഇതാണ് 5 മിനിറ്റ് കൊണ്ട് മോളെ ആ ടി വി ഒന്ന് ഓഫാക്ക്. രാവിലെ തുടങ്ങിയതാണ്. ഹസി നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എത്ര നാളെ നമ്മള് കണ്ടിട്ട്. നീ എവിടെയാ? എന്താ ഒരു വിവരമില്ലായിരുന്നല്ലോ. പറയാനാണെങ്കിൽ കുറെ ഉണ്ടടി, പക്ഷെ അതൊന്നും പെട്ടെന്ന് അങ്ങനെ പറയാൻ കഴിയില്ല. ആകെ പോട്ടെ. അന്നപ്പം എന്താ ഞാൻ വിളിക്കണ്ടേ? ഹസീനാന്നാണോ അനിതാന്നാണോ? ഹസീനായിട്ട് എനിക്കിടെ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അനിതയായിട്ട് ഈ വേഷത്തിൽ ഞാൻ ഇറങ്ങടി. എടി കുടിച്ചിട്ട് പോ മോളെ. അതിന്റെ സൗണ്ട് കുറയ്ക്ക്. ഇനി എപ്പോഴാ കാണാ? ഞായറാഴ്ച പൊതുവെ ഞാൻ ഓട്ടം പോവാറില്ല. നീ വിളിക്ക്. ശരി ശരി. റുബീന, എന്നെ കണ്ട കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട. സോറി, എടുത്തേക്കാ പോണ്ടേ? ട്രഷറിയിലേക്കാണ് മോളെ. ആടല്ലേ? കേറിക്കോ, ഞാൻ ആക്കി തരാം. പെൻഷൻ ദിവസമായിട്ടോ ഭയങ്കര തിരക്കുള്ള കൂടെ എന്തായാലും കൂട്ടായി നീ. കൊടയോ കൊടയെടുത്ത എടെങ്ങും വെച്ച് മറക്കും. ആരെങ്കിലും ഒപ്പരം കൂട്ടായിരുന്നു. വീട്ടിലെന്താ ആരും ഇല്ലേ? എല്ലാവർക്കും തിരക്കല്ലേ. $290. എത്ര പേര് വിളിച്ചത്? ഞാനല്ല വിളിക്കുന്നത്. ചേച്ചിന്റെ ടോക്കൺ എത്ര? 288. പേരെന്താണ്? വിലാസിനി. സാറേ ടോക്കൺ തന്നെ. സാറേ ടോക്കൺ 250 ആടി ഉണ്ടല്ലോ. ഞാൻ വിളിച്ചതാ, അയാള് പറയാനിട്ടില്ലേ. ഷോ, പാവങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലപ്പാ. കേട്ടാ വരാണ്ടിരിക്കുവാ. എനിക്ക് അവനെ ഉറക്ക വിളിച്ച ശബ്ദമൊന്നും കളയാൻ പറ്റൂല. എനിക്ക് എത്രയൊക്കെ പറ്റൂ. ഒരു പ്രായമായവരല്ലേ, കുറച്ച് ഒച്ചത്ത് പറഞ്ഞൂടെ? നിങ്ങൾക്കും പ്രായമല്ല, നമുക്ക് പഞ്ഞാലും വെച്ച് കിടക്കാനില്ലേ? എന്താ മനുഷ്യന് കേൾക്കാനാണെങ്കിൽ കുറച്ച് ഒച്ചത്തി പറയും. ആ അതെന്നാ ഞാനും പറയുന്നത്. മനുഷ്യന്മാർക്ക് കേൾക്കാനില്ലാണെങ്കിലേ കുറച്ച് ഉറക്കെ പറയാന്. 287.
ഉത്തരവ്. ഒരു ദിവസം നിങ്ങൾ ഇരിക്കൂട്ടാടി ഇങ്ങനെ പൊട്ടനായിട്ട്. സമയം എത്രയായി? 10:30. ആ ഇതൊരു മണിക്കൂർ പാസ്റ്റാ 9 ആയിട്ടുള്ളൂ. കളിക്കുന്നേ തിരക്കൂട്ടല്ലപ്പാ കേറുന്നങ്ങട്ട് മാറി ചക്ക. ആളറിഞ്ഞാണ്ടെന്ന് വണ്ടി ബസ്സിൽ കയറി കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ? നിങ്ങൾ നേരത്തെ വണ്ടി വിട്ടാലേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ചേച്ചി ഓട്ടം പോവാ? പോലെ എവിടെ പോണ്ടേ? ചേച്ചി അപ്പുറം ജംഗ്ഷൻ ഒരാൾ കയറാണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം. സമയം തീരെ ശരിയില്ല. ചേച്ചി അത് ആടെ നിൽക്കുന്ന ചെക്കനില്ലേ? ഓറഞ്ച് ടീഷർട്ട് ഇട്ടിട്ടില്ലേ? ഓട്ടോറിക്ഷയിൽ പോകുന്നതാണ് അതിന്റെ ഏറ്റവും രസമുള്ള ഒരു കാര്യം. എന്ത് പറയണു? എന്റെ പേര് നീത. കേട്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM. റെഡ് ഓൺ ഡിമാൻഡ് ആണ്. ഇപ്പൊ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളുടെ അങ്ങനെയൊന്നുമില്ല ചേച്ചി, വെറുതെ വർത്താനം പറഞ്ഞിരിക്കാനാ. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും കറങ്ങിയാൽ മതി. എനക്കെന്താ ബുദ്ധിമുട്ട്? അടുത്ത പാട്ട് പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായി. നമ്മളെ സിറ്റുവേഷന് പറ്റിയ പാട്ടല്ലേ? അത് പിന്നെ കഷ്ടമുണ്ട് കേട്ടോ, നമ്മള് പാവങ്ങളല്ലേ ചേച്ചി. ടാക്സിയിൽ ഇപ്പൊ പോവാൻ കഴിയല്ലേ ചേച്ചി? കൂളിംഗ് എല്ലാം എടുത്ത് മാറ്റിയില്ലേ? പുറത്തുനിന്ന് വർത്താനം പറയാന്ന് വെച്ചാല് സദാചാര കമ്പനിക്കാരുണ്ടോ, റൂം എടുക്കാന്ന് വെച്ചാല് പോലീസിന്റെ റെയ്ഡും ഒടുക്കത്തെ റെന്റും. നമ്മ പാവം പ്രേമിക്കുന്നവർക്ക് ഈ ഓട്ടയല്ലേ ഉള്ളൂ ചേച്ചി, അല്ലേ? സോറി ചേച്ചി, ആയിക്കോട്ടെ പ്ലീസ്. കുഞ്ഞുമോട്ടാ ലിസ്റ്റ് എടുത്തരാ. ആ മോളെ വണ്ടി എടുത്തിട്ടില്ലേ? അടിയുണ്ട്, ആളുണ്ട്. വെയിറ്റിംഗിലാ? തിരക്കൂട്ടണ്ട, എത്ര വെയിറ്റ് ചെയ്താലും പ്രശ്നമില്ലാത്തവരാ. നമ്മളെ വീൽ ചെയർ എന്ന് പറയുന്നത് സുഖം തന്നെയാ. എന്ത് സുഖം മോളെ, പണം എത്ര ഉണ്ടായിട്ട് എന്നാ വേണ്ട? വീൽ ചെയറിലല്ലേ പാവം. ആയ കാലത്ത് കണ്ടമാനം പൈസ ഉണ്ടാക്കിയോണ്ട് ദൈവം കുറച്ച് റെസ്റ്റ് കൊടുത്തായിരിക്കും. അങ്ങനെയാണെങ്കിലേ ആ അമ്മേരെ മക്കള് അമേരിക്കയിൽ പോയിട്ടുണ്ടാക്കുന്ന പൈസ കണ്ടാല് അവർക്ക് വീൽ ചെയർ ഒന്നും മതിയാവില്ലല്ലോ. വലിയ സ്കെച്ചറിന് വേണ്ടിയല്ല ആ സ്കെച്ചർ, അത്രയും വലിയ പൈസയില് ഉണ്ടാക്കുന്നു. അമ്മേ ആ തന്ന ലിസ്റ്റ് കൊടുക്കട്ടാ, വേറെ എന്തെങ്കിലും വേണോ? ഒരു പായസ പാക്കറ്റ് കൂടി കൊണ്ടുതരുവോ? എനിക്ക് വല്ലാണ്ട് പായസം കുടിക്കാൻ. പായസം കുടിക്കാൻ തോന്നുന്നു പാവം, അതും കൂടെ വാങ്ങിക്കോ. ഓ ശരി, എന്നാ പോയിക്കോ. ആളില്ലേ വണ്ടിയില്? അയ്യോ അത് സാരമില്ല, അത് രണ്ട് ലവേഴ്സാ. അവരതിന് വേറെ സെറ്റപ്പിന് എന്തിനോ കയറിയതാ. അതിന് നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അത് ശരിയാണല്ലോ, ഞാനെന്തിനാ ഇപ്പൊ കാണിക്കുന്നത്? ഇതെന്താ ഇത്? ചേച്ചി ഷാള് ചെറുതായി നങ്ങിനി ആറാനിട്ടതാ. ഞാൻ ക്ലാസ്സിലാ, ഞാൻ പിന്നെ വിളിക്കാം. വെള്ളം വേണോ? വേണ്ടപ്പാ, ഇപ്പല്ലേ കുടിച്ചേ. ഇപ്പൊ കാണിച്ചരാട്ടാ. എത്ര? 100 റുപ്യ. 100 റുപ്യ? ആ റൂം റെന്റ് അല്ലേ? കൊണ്ടെത്തുന്നു വരുന്ന്
കഷ്ടമുണ്ട് ചേച്ചി. നിങ്ങൾക്ക് കാമുക ശാപം കിട്ടും, നോക്കിക്കോ. ഇതെല്ലാം അടുത്തേക്ക് അയക്കുന്നേ. ഇതാ ഇതെല്ലാം ബാംഗ്ലൂരിലേക്ക്. അപ്പൊ നിങ്ങൾ ഇന്ന് ബാംഗ്ലൂരേക്ക് പോവാ? ഇല്ലില്ല, ഞാനിതെല്ലാം ഇവിടുന്ന് കയറ്റേക്കുന്നത് മാത്രം. എന്നിട്ട് ഇത് ആടെ എത്തിയിട്ട് ആടെ എന്റെ പാർട്ട്ണർ ഇടുന്ന് പറഞ്ഞില്ലേ? ഓ, അപ്പൊ ഓരിങ്ങോട്ടൊന്നും വരലില്ലേ? ഓൻ 2 ദിവസം വന്നിനി, ഇന്നലെ പോയിട്ടേ ഉള്ളൂ. അത് കഷ്ടായിനല്ല. എനക്ക് ഓരോന്ന് പരിചയപ്പെടണമെന്നല്ല ഉണ്ടായിനി. അതെന്തിനി? അല്ല, എന്തെങ്കിലും ആവശ്യം വന്നാലാ എന്തെങ്കിലും വരാലാ. നിനക്കെന്താ ആവശ്യം വരാനാ? എടേ അത് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. നിന്റെ ഒരു പൂതി രാമേട്ടാ, എന്താ നോക്കറ പിള്ളേർ നടക്കുന്ന ഒന്നിച്ചിട്ട് ആ ചെക്കന്റെ അധ്വാനത്തിന്റെ ഫലം. അതുകൊണ്ടാ പിള്ളേർ കയറ്റുന്നില്ലല്ലോ. 8 രൂപ മോനെ ഒന്ന് പെട്ടെന്ന് കേറാ. പോവാം. ഞാൻ കണ്ടിനീട്ടാ. എന്താ റിവേഴ്സിൽ വന്ന് എത്തി നോക്കിട്ടേ. എന്നാ നാടിന്നാന്ന് ആടെ ഓട്ടം വന്ന്. ഓട്ടം വന്നാൽ കറക്റ്റ് പൈസ വാങ്ങി പോയിക്കൂടെ? പിന്നെ ഇതിനാണെന്ന് തിരിഞ്ഞളിക്കുന്നത്. ഇന്ന് മുട്ടായില്ലേ? മിഠായി ഒന്നുമല്ല. എന്താ ഇന്നാ പൊടിയൊന്ന് കറക്റ്റ് ചില്ലറ ഇട്ടീനാ? ലാന്ന് പറഞ്ഞില്ല, അത്ര തന്നെ. ഓ, ചോടിക്കല്ലപ്പാ. ഒരു പഴയ ബിസിനസ് എല്ലാം പോലെ കഥ പറയുന്നുണ്ടായി. മിഠായി താന്ന്. ശ്യാമ, ഈ പഴം തുണിയൊക്കെ വെച്ചിട്ട് നീ എന്ന് കാശുണ്ടാക്കാനാ? ഒരു 5 ലക്ഷം രൂപ ഇങ്ങിത്താ. 6 മാസം കൊണ്ട് ഞാനത് ഡബിൾ ആക്കി തരാം. ഈ ഓട്ടോക്കാർക്ക് കൊടുക്കാല്ലേ? എന്നിട്ട് നിങ്ങൾ ആദ്യം ആ ചന്ദ്രന്റെ ഓടിച്ച് പിടിക്കാൻ നോക്കും. ചന്ദ്രയാൻ പിടിക്കാം. അല്ലല്ല, എന്നിട്ട് ആലോചിക്കാൻ പണം ഇറക്കണോ വേണ്ടോ എന്നുള്ളത്. എന്റെ ദേവസ്വേട്ടാ, നിങ്ങളൊന്ന് പോട്. ഒന്ന് സീരിയസ് ആയിട്ടൊന്നും. ഇല്ലില്ല, നിങ്ങളൊന്ന് പോയി തരുമോ? ഒരു 2 ലക്ഷം ഒന്ന് പോപ്പ ദേവസ്വേട്ടാ, എനിക്ക് പണിയുണ്ട്. 1 ലക്ഷം അതെ, ഞാൻ ആ പറഞ്ഞ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നില്ല. നിങ്ങളുടെ പലിശക്കും കൊടുക്കല്ലായാ? നിനക്കെന്താ പ്രാന്തായി പോയാ? വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. പിന്നെ ആണടി, സത്യം പറയട്ടെ, എന്റെ പാർട്ട്ണർക്ക് ഒരു ലോട്ടറി അടിച്ചു. ലോട്ടറി എന്ന് പറഞ്ഞ അത് വിട്. എന്തായാലും അവിടെ നിന്ന് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന ബിസിനസ് ഒക്കെ. ഞാനും എടുക്കലുണ്ട് ലോട്ടറി. എന്തൊരു വെയിലാണപ്പാ. ഓട്ടോ ഓട്ടോ, ബസ്സിലെ തിരക്കിലൊന്നും പോവാൻ കഴിയില്ലപ്പാ. കേറിക്കോ. കുറുമലക്കാവേ. പിന്നെ അപ്പ കാവിന്റെ അകത്തോട്ട് എടുക്കണ്ട, പാടത്തിന്റെ ഇപ്പുറത്തെ സൈഡ് നിർത്തിയാ മതിയേ. നിനക്കറിയോ എത്ര നാളായി കണ്ടവരമ്പിലൂടെ നടന്നിട്ടെന്ന്? ഞാൻ ഈ ചെറുപ്പത്തിലെ ഗൾഫിൽ പോയോണ്ടേ എനിക്ക് ഈ പ്രേമിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അതിനെന്താ, മംഗലം കഴിഞ്ഞും പ്രേമിക്കാലോ അല്ലേ? കൈയെല്ലാം ചേർത്ത് പിടിച്ച് പാടവരമ്പിലൂടെ നെൽമണികളെ തഴുകുന്ന കാറ്റുമേറ്റ്. അതിന് കൊയ്ത്തെല്ലാം നേരത്തെ കഴിഞ്ഞല്ലേ? ഇനിയിപ്പോ പാടത്ത് നെല്ലൊന്നും ഉണ്ടാവില്ലല്ലോ. വരമ്പുണ്ടല്ലോ, ചില വരമ്പെല്ലാം ഇപ്പോഴും ബാക്കിയുണ്ട്. ഇന്നിപ്പോ പാടം വരമ്പെല്ലാം മാറിപ്പോ റോഡായില്ലേ? കേരളമൊക്കെ മൊത്തം മാറിപ്പോയനപ്പാ. പണ്ടെല്ലാം പെമ്പിള്ളേര് ഫുൾ പാവാടയും ബ്ലൗസ് ഇട്ടോണ്ടിരുന്ന പെമ്പിള്ളേര് ഇപ്പൊ ലെഗിങ്സും ഷോർട്സ് ഒക്കെ അല്ലേ ഇടുന്നേ? അതല്ല, 10 വർഷം മുന്നേ ഞാൻ ഷാർജയിൽ പോണ സമയത്തെ ഈ കണ്ണൂർ ജില്ലയിൽ മൊത്തം നോക്കിയ 1-2 പ്രേമം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ മൊത്തം മാറിപ്പോയനപ്പാ. പ്രേമിക്കുന്നത് തന്നെ ഒരു ഫാഷനാ. പ്രേമിക്കുക, കല്യാണം കഴിക്കുക, ഡൈവോഴ്സ് ആക്കുക. അല്ല പറഞ്ഞേ,
നിന്റെ കല്യാണം എന്നാ കഴിഞ്ഞ്? നിങ്ങൾ തമ്മിൽ പരിചയണ്ടാ? ഞാൻ ഈ ചേച്ചിയുടെ ഓട്ടോയില എപ്പോഴും കോളേജിൽ പോയിക്കൊണ്ടിരുന്നേ. എനിക്ക് ആണുങ്ങൾ ഓട്ടോയിൽ പോകുന്ന ഇഷ്ടല്ല. എന്റെ ഒരു ഭാഗ്യം. കല്യാണം ഞായറാഴ്ച കഴിഞ്ഞു ചേച്ചി. പിന്നെ അധികം കണ്ടോ കാണുന്ന പോലെ അല്ല ഈ സ്ത്രീ, ഭയങ്കര കുശുപതിയാ. നിനക്ക് നീന്തലറിയോ? അറിയാലോ. എവിടെ പിടിച്ചേ? അമ്പലക്കുളത്തില്. ആരെ പിടിച്ചേ? എന്റെ ഏട്ടൻ പഠിപ്പിച്ചേ. അപ്പൊ ഏട്ടൻ നീന്തലറിയോ? അയ്യോ എന്തേ? ഈടല്ല, അപ്പുറത്ത് കുറുമലക്കാവ്. അതെനിക്ക് അറിയാ. ഇത് വണ്ടി നിന്നു പോയതാ. ലോട്ടറി സാർ അമ്മ വേണ്ട വേണ്ട. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശരിയാവോ? അറിയില്ല. ഇതിപ്പോ ഇടക്ക് വരുന്നുണ്ട് ഇങ്ങനെ. ശരിയാവും തോന്നുന്നില്ല. കുറച്ച് ദൂരമല്ലോ നടക്കാൻ. നമുക്ക് നടന്നാലോ? സാരല്ല, ഞങ്ങൾ നടന്നോളാം. അല്ല. അപ്പൊ എത്ര ചേച്ചി? 90 രൂപ എന്നാ മതി. 90? ചേഞ്ച് ഉണ്ടാവോ? അയ്യോ എന്റെ അടുത്ത് ചില്ലറില്ലല്ലോ. ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയോട് ഒന്ന് ചോദിച്ചു. നീ ഇവിടെ നിൽക്ക, ഞാൻ പോരാ. ഏട്ടാ ചേഞ്ച് ഉണ്ടാവോ? ഏട്ടനോടൊന്നും പറയില്ലേ ചേച്ചി. ഹീലിപ്പോ ഞാൻ പറയുന്നുണ്ട്. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഓ ഇന്നെ തേച്ചതാ, ഈ ഓനെ തേച്ചതാ? ശരിക്കും സംഭവം എന്ന് വെച്ചാല് അയ്യോ ചില്ലറില്ലല്ലോ. കുഴപ്പമില്ല, ബാക്കി വെച്ചേ. കുഴപ്പമില്ല. താങ്ക്സ്. ശരി. നീന്തല്